സോ ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറേയധികം കാലമായി ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അത് കുറച്ചധികം പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പിൽ എല്ലാവരും പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ വേണ്ടതും ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതും നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ചാനലിൽ ഞാൻ അധികവും വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടാൻ പോകുന്നത്. ട്രാവൽ വ്ളോഗ്സ്, പിന്നെ ട്രിപ്പിന് പോകുന്നതും കാര്യങ്ങളും, മെയിൻലി ഏറ്റവും അധികം ഡെയിലി റൈഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ട്രിപ്പ് കാര്യങ്ങളുടെ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് കുറച്ചൊരു നെർവസ്നെസ്സും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതായിട്ട് യൂസ്ഡ് ആവുമെന്ന് തോന്നുന്നു, എല്ലാം സെറ്റാവുമെന്ന് തോന്നുന്നു ഫ്യൂച്ചറിൽ. അപ്പോൾ എനിക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട്, വൈപ്പ് പിസ്റ്റൺ തന്നെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുന്നവർക്ക് അറിയാമായിരിക്കും, ഇല്ലാത്തവർക്ക് വേണ്ടി പറയുക അതിൽ ഞാൻ പ്യുവർ റൈഡ്സ് തന്നെ ഇടുന്നത്. അതിൽ ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല, എക്സോസിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോ ഇടാത്തതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം കേട്ടോ. നമുക്ക് പോവാം. അപ്പോൾ ഇത്രയും കാലം ഞാൻ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഓഡിയോ സെറ്റപ്പ് ഇല്ലായിരുന്നു. അതായത് ഇതിന് മുമ്പിൽ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ ചാനലിൽ മെയിനായിട്ട്. അപ്പോൾ ആ 2 വീഡിയോയിൽ ഞാൻ കുറേയധികം വയറ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ പിടിച്ചൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പോലീസ് എങ്ങാനും ചെക്കിങ്ങിൽ പിടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് ഫൈൻ കിട്ടും, കുറേയധികം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് റിസ്ക് കൂടി കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് കാലം പൈസ സേവ് ചെയ്ത് ഞാനിപ്പോൾ ഒരു മീഡിയ മോഡ് എടുത്തിട്ടുണ്ട്. കുറച്ചധികം സേവ് ചെയ്തു, കുറച്ച് കാലം എടുത്തു, ടൈം എടുത്തു. ഇപ്പോൾ മീഡിയ മോഡ് പൈസ സേവ് ചെയ്തിട്ട് മീഡിയ മോഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മീഡിയ മോഡ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓഡിയോ സെറ്റപ്പ് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഇല്ലെങ്കിൽ വീണ്ടും വേറെ പോയിട്ട് കുറച്ചും കൂടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി വീണ്ടും വീഡിയോ വേറെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മെയിനായിട്ടും ഈ ചാനലിൽ ഇനിയിപ്പോൾ വ്ളോഗ് കാര്യങ്ങൾ, ഡെയിലി വ്ളോഗ്സൊക്കെ ആയിരിക്കും ഞാൻ മിക്കവാറും ഇടുക. ട്രിപ്പ് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് കുറേയധികം ട്രിപ്പ് കാര്യങ്ങളൊന്നും പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. അത്രത്തോളം ഉള്ളൊരു സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ല. സോ നമുക്ക് കുറച്ച് പൈസയൊക്കെ ആവട്ടെ, എന്നിട്ട് മെല്ലെ നമുക്ക് ട്രിപ്പിന് പോവാം എന്ന് കരുതി ഞാൻ ഇപ്പോൾ നിർത്തില്ല. നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു ട്രിപ്പ് പോവും. നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്, സ്ഥലം പറയുന്നില്ല ഇപ്പോൾ തന്നെ. സോ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. കോപ്പി ഇത് റോഡ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ സ്ലോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലേക്ക് കയറിയാനെ. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ട്രിപ്പ് പോവാം. ട്രിപ്പുകളുടെ വീഡിയോസ് നമുക്ക് ഇറക്കാം. ഇനിയിപ്പോൾ എനിക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. മീഡിയ മോഡ് സെറ്റപ്പ്, ഓഡിയോ സെറ്റപ്പും റെഡി ആയതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനിയിപ്പോൾ ഞാൻ വീഡിയോൻ്റെ ടൈം ഞാൻ പറയുന്നില്ല, ആഴ്ചയിൽ എത്ര വട്ടം ഇടുന്നു അങ്ങനെയൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ ഉള്ളൊരു സ്ഥിതിക്ക് എനിക്ക് കറക്റ്റ് പറയാനുള്ളൊരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ ഉള്ളത്. ബട്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നിർത്താതെ ഞാൻ ഇടുന്നതാണ്. പിള്ളേർ വെക്കേഷൻ ആയതുകൊണ്ട് കച്ചവടമൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോൾ മേടിക്കാം ഗൈസ്. ഇപ്പം എന്തായാലും നടക്കില്ല. ഉണ്ടോ ഗൈസ്? ഇപ്പം നമുക്ക് പോയിട്ട് എണ്ണ അടിക്കാം ഗൈസ്. ഫ്യൂലപ്പ് ചെയ്തിട്ട് വരാം. കുറച്ചേ ഉള്ളൂ, എന്നാലും എണ്ണ നിറച്ച് വെക്കാം. അടുത്ത ട്രിപ്പ് പോകണ്ടേ.
പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വണ്ടിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട. ഫ്യൂവലിനെ പറ്റി മാത്രമുള്ള പൈസേൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി. വേറെ ഇതുപോലെ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും ഹെൽമറ്റും ഗ്ലൗസൊക്കെ ഇട്ട് സേഫായിട്ട് ഓടിക്കുക, മാന്യമായ സ്പീഡിൽ ഓടിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ കണ്ട കണക്ക് ഇങ്ങനെ കണ്ട സ്ഥലത്തു നിന്നും ഓവർടേക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. നിങ്ങൾ എന്താ പറയുക, എല്ലാവർക്കും തിരക്കുണ്ട്, എല്ലാവരും തിരക്കിലാണ്. നല്ല റോഡൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും കുറച്ചൊന്ന് സ്പീഡ് ചെയ്യും. ബട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് മാനിക്കുക. റോഡിൽ നമ്മളെ മാത്രമാണെന്നുള്ള ചിന്ത എപ്പോഴും മാറ്റി വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഓടിക്കാം ഗൈസ്. എനിക്ക് ഈ ഒരു ഇതിൽ സ്പീഡ് കൂടുമ്പോൾ ഓഡിയോയിൽ വിൻഡ് നോയ്സ് കയറി പ്രശ്നമാകുമെന്ന് സംശയമുണ്ട്. എനിക്ക് എത്രത്തോളം ഉറപ്പില്ല ഇത് എത്രത്തോളം നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് ഇല്ല എന്നൊന്നും. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്ത് വലിയ പരിചയമില്ല. അതുകൊണ്ട് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. നിങ്ങൾ പറയാം എന്തൊക്കെ മാറ്റണം, അയ്യോ ഇങ്ങനെ വേണ്ട, അത് കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് മാറുന്നതാണ്. ഓക്കെ, മാറ്റാൻ റെഡിയാണ്. ഞാൻ എന്താ സാധനം കൊടുക്കാൻ വേണ്ടി വന്നു ആ പിള്ളേരെ. മറ്റേ കുട്ടികളുടെ നമുക്ക് തിരിച്ച് പോകുമ്പോൾ മേടിക്കാം കേട്ടോ, അവരുണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അവിടെ ചെന്ന് എണ്ണ അടിക്കണം. വേറെ 2 സ്ഥലത്തും കൂടി പോകാണ്ട് എനിക്ക്. നടു റോഡ് തന്നെ കൊണ്ട് വണ്ടി വെച്ചിട്ടുണ്ട്. എന്താ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കില്ലേ. എനിക്ക് ഇപ്പോൾ ഫോക്സിലൊക്കെ പൊട്ടിച്ച് അത് മാറ്റാനുള്ള ഇതൊന്നും പൈസയൊന്നും ഇല്ല. ഈ അടുത്ത് പോയിട്ട് ഞാൻ വീൽ ബെയറിങ് മാറ്റിയിട്ട് വന്ന കൈസ്. ഇതുപോലെ 2-3 കട്ടർ ഞാൻ നല്ല പോക്ക് പോയി. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നല്ല പോക്ക് പോയതാണ്. ഞാൻ നോക്കുമ്പോൾ വീൽ ബെയറിങ് പോയി. അതുകൊണ്ട് പുതിയ വീൽ ബെയറിങ് വീണ്ടും മാറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മെല്ലെ പോകാം നമുക്ക്. വീൽ ബെയറിങ് 300-400 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ലേബർ ചാർജും കൂടി വരും. അപ്പോൾ നല്ല രീതിക്ക് ഓടിക്കുക. നമ്മുടെ വണ്ടി ഓഫ് റോഡ് മെഷീനല്ല, അതുകൊണ്ട് ഹൈവേ മെഷീനാണ്. അതുകൊണ്ട് സ്ലോ ആക്കി വളരെ മാന്യമായ രീതിയിൽ നമുക്ക് ഓടിച്ച് പോകാം. ഹൈവേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടിച്ചോടിക്കാം, കുഴപ്പമില്ല. ബട്ട് ഇങ്ങനെയുള്ള റോഡുകളിൽ വളരെയധികം സ്ലോ ആക്കി കൺട്രോൾ ചെയ്ത് പോകണം. വണ്ടി ഹീറ്റായിട്ടുണ്ട്, റേഡിയേറ്റർ ഓണായി. ഇവിടം വരെ ഓടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അമ്മേ എല്ലായിടത്തും ഇപ്പോൾ റോഡ് പണിയല്ലേ. ഏറെക്കുറെ എല്ലായിടത്തും കഴിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോവാം, കുഴപ്പമില്ല. പട്ടി പറഞ്ഞാൽ അധികം സ്പീഡ് പോയി കഴിഞ്ഞാൽ എൻ്റെ ഓഡിയോ സെറ്റപ്പ് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് വലിയൊരു പിടുത്തമില്ല. വിൻഡ് നോയ്സ് കാരണം എത്രത്തോളം ഹെൽമെറ്റിനുള്ളിലേക്ക് കയറുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് നോക്കാം, ഫസ്റ്റ് ടെസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ബൈക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്യുന്ന ബൈക്കിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഡൊമിനോ ഫൗണ്ടർ എത്ര പേര് ഓൺ ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഓൺ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. ഇതുകൊണ്ടോ അത്രയും സ്പേസ് ഉണ്ടായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവൻ ഇങ്ങോട്ട് കൊണ്ട് കയറ്റുന്നു. എന്താ പറയണ്ട ഇവനോടൊക്കെ. ഗൈസ് ഞാൻ അധികം എന്താ മിണ്ടാത്തത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. ഞാൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല.
എനിക്ക് ഇതുപോലെ സൈലൻ്റായി ബൈക്ക് ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വളരെയധികം സമാധാനത്തോടെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മെല്ലെ മെല്ലെ സംസാരിച്ച് തുടങ്ങാം കേട്ടോ. ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അത് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. വരുന്ന വീഡിയോയിൽ നമ്മൾ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ നമ്മൾ മാറ്റും, ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. നടുക്ക് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മാറുന്ന പോലും ഇല്ല. എന്നിട്ട് റോഡിൻ്റെ നടുക്ക് എന്താ പറയണ്ടേ ഇവനോടൊക്കെ. ഫോർച്യൂണർ ഗൈസ്, എനിക്ക് എക്സോസ്റ്റിൻ്റെ നോട്ടാണോ അതോ വിൻ നോയ്സ് ആണോ അധികം കേൾക്കുന്നതെന്നും അറിയില്ല കേട്ടോ. ഏതാ കേൾക്കുന്നത് നമുക്ക് നോക്കാം. ഓ, ആ തണൽ വന്നപ്പോൾ എന്തൊരു സമാധാനം എന്നറിയാം. ഇങ്ങനെ മരങ്ങളും ഈ ചെടികളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ ഓടിക്കാൻ നല്ല സുഖം. ബാക്കി റോഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കണ്ടില്ല. ഇത് ഇപ്പോൾ വെയിലുണ്ടെങ്കിലും നമുക്ക് നല്ല തണുപ്പാണ്. രണ്ട് സൈഡുകളും ചെടികളും മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് അത്. എന്നാൽ ബാക്കി വീടുകളും ഇതുള്ള പോലെ ആ ഒരു ഇതല്ല, വളരെയധികം വ്യത്യാസമുണ്ട്. ഓ, എന്ത് ഭംഗിയാന്ന് നോക്ക് കഴിച്ച് നോക്കാൻ. ഫുള്ള് അടിപൊളിയല്ലേ നമുക്ക്. നൈസ്. നോക്ക് ഗൈസ്, ബ്യൂട്ടിഫുൾ. എന്ത് നല്ല തണുത്ത കാറ്റാണെന്നറിയോ. ഓ, കഴിഞ്ഞു. എനിക്കില്ല ഗൈസ്, എത്ര മണിക്കൂറാണ് ഇതേപോലെ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രത്തോളം എന്നെ ഹാപ്പിയാക്കുന്ന വേറൊരു കാര്യമില്ല ഗൈസ്.
ഐ എം സോ ഹാപ്പി, ഐ എം എക്സ്ട്രീംലി ഹാപ്പി. പെട്രോൾ അടിക്കാൻ എണ്ണയും വണ്ടിയും ഇതുപോലെ ഇങ്ങനെ ഓടിച്ച് കളക്കാൻ പറ്റണമെന്ന്. അയ്യോ, സത്യം പറയാം, എനിക്ക് ഇത്രത്തോളം സന്തോഷം തരുന്ന വേറൊരു കാര്യമില്ല. ഫുഡ് അടിയും പിന്നെ ഇതും മൈ ഫേവറേറ്റ് തിങ്സ്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇതുണ്ടല്ലോ, അതുപോലെ ഒന്ന് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു റൈഡ് പോയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ മൈൻഡ് പെട്ടെന്ന് നോക്കിയാവും എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും. പറഞ്ഞ പോലെ ഇങ്ങനെ ഡീഹൈഡ്രേഷനൊക്കെ സംഭവിച്ച് വളരെയധികം പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. എന്താ പറയുക, ഒരു 100 കിലോമീറ്ററൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച്, അതായത് ഒരു ബോധമില്ലാത്ത പോക്കായിരുന്നു അത്. അതേപോലെ പോവും, മറന്നു പോകും. നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ള രീതിയിൽ ബോധം പോയി ഇങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ബിവറേജ് ഗൈസ്, ഇത്രയും തിരക്ക്. സ്കോഡ, oh shit, we have to turn here. Oh damn, look at that. പൊക്കോ. I'm a big fan of SUVs. എനിക്ക് ഫോർച്യൂണറും ഹാരിയറൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ? അയ്യോ, പക്ഷെ ഇവിടെ അടുത്ത് ഒരു പോലീസ് അബേ കൊല്ലോ. അപ്പം ഇപ്പോൾ അവിടെ അടുത്ത് നമ്മളെ ഇതുണ്ട് ഗൈസ്, നൊങ്കില്ലേ, ഐസ് ആപ്പിൾ. നമുക്ക് കുറച്ച് ഐസ് ആപ്പിൾ മേടിച്ചിട്ട് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ് ആപ്പിൾ. ഞാൻ എപ്പോൾ കണ്ടാലും മേടിക്കും. ഇവിടെ അടുത്ത് പുള്ളിക്കാരൻ ഉണ്ടോ? ഉണ്ട്. അയ്യോ, ചേട്ടാ എനിക്ക് ഗ്ലാസ് കുടിക്കാനും പിന്നെ ഒരു 200 റുപ്യക്കും തന്നെ. ഗൈസ്, നമ്മളപ്പോൾ നൊങ്ങ് കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഐസാപ്പിളൊക്കെ മേടിച്ചു കഴിഞ്ഞു. പോകുന്ന വഴിയാ തിരിച്ച്. അയ്യോ, ഒരു ഇളനീരുണ്ടെങ്കിൽ കുടിക്കായിരുന്നു കേട്ടോ. അതാ ആണ്ടെ പോന്നു വീണ്ടും. ഫോർച്യൂണറിൻ്റെ പെരുമഴയാണല്ലോ. മലര് ഗൈസ്, അവിടെ സ്പീഡ് ട്രാപ്പ് ഉണ്ടായിരുന്നു.
കോപ്പ് 500 രൂപ പോയി എന്നാണ് തോന്നുന്നത്. ഞാൻ മറന്നു കേട്ടോ അവിടെയുള്ള കാര്യം. ശേ, നമുക്കിങ്ങോട്ട് തിരിയണം ഗൈസ്. ചേച്ചിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പെട്ടെന്ന്. അമ്മേ, ഞാനൊന്നും ഇൻഡിക്കേറ്ററെല്ലാം നോക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് കയറ്റിയേനെ. ചേച്ചീൻ്റെ പുറകെ കൊണ്ട് കയറ്റി. അമ്മേ, അടുത്ത വലിയ ഇത് പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട്.